മക്കളെ നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഒരു ബനാങ്ക് ആൾജിബ്രയിൽ വരുന്ന മാക്സിമൽ ഐഡിയൽ എന്ന കൺസെപ്റ്റിനെ കുറിച്ചാണ്. അതുമായി ബന്ധപ്പെട്ട ചില റിസൾട്ടുകളുമാണ് പഠിച്ചത്. കൂടാതെ സി ഓഫ് ക്ലോസ് ഇൻ്റർവൽ 0 എന്ന് പറയുന്നത് കൺസിഡർ ഓൾ കണ്ടിന്യൂസ് ഫങ്ഷൻസ് k വാല്യൂഡ് ഫങ്ഷൻസ് ഡിഫൈൻഡ് ഓൺ ക്ലോസ് ഇൻ്റർവൽ 0, 1 with respect to the subnorm form a Banach algebra, and you found one of the maximal ideal is of the form some mt, which consists of all continuous function x with x of t equal to 0. അതായത് ടി എന്ന പോയിന്റിൽ 0ലേക്ക് മാപ്പ് ചെയ്യുന്ന കണ്ടിന്യൂസ് ഫങ്ഷൻസിൻ്റെ കളക്ഷനെയാണ് നമ്മൾ ക്യാപിറ്റൽ എം ടി എന്ന് കൊടുത്തിരുന്നത്. അത് ഒരു മാക്സിമൽ ഐഡിയലാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി നമ്മൾ നെക്സ്റ്റ് പ്രൂവ് ചെയ്യാൻ പോകുന്നത് സി ഓഫ് ക്ലോസിൻ്റെ ഉള്ള ഏതൊരു മാക്സിമൽ ഐഡിയയുടെയും ഫോം എന്ന് പറയുന്നത് സം എം ടി എന്നായിരിക്കും. അതായത് എം ഒരു മാക്സിമൽ ഐഡിയലാണെങ്കിൽ അതിലുള്ള എല്ലാ ഫങ്ഷൻസും ഏതോ ഒരു പർട്ടിക്കുലർ ക്ലോസ് ഇൻ്റർവൽ 0, 1 ടി എന്ന പോയിന്റിൽ 0ലേക്ക് മാപ്പ് ചെയ്യുന്നു എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അതിനുവേണ്ടി കൺസിഡർ ചെയ്തു. സപ്പോസ് ദാറ്റ് എം ഈസ് എ മാക്സിമൽ ഐഡിയൽ ഇൻ സി ഓഫ് ക്ലോസ് ഇൻ്റർവൽ 0, 1. We need to prove m is equal to mt for some t. That means there exists a t element of closed interval 0, 1 such that x of t equal to 0 for all x element of m. That is what we need to prove here. So if possible, let this m not equal to mt for every t element of closed interval 0, 1. അതായത് ഈ എം ഒരു എം ടിയുമായിട്ടും കോയിൻസൈഡ് ചെയ്യുന്നില്ല എന്നാണ്. അതായത് എമ്മിലുള്ള ഫങ്ഷൻസിൻ്റെ കളക്ഷൻ എക്സ് എന്ന് പറയുന്നത് ഏത് പർട്ടിക്കുലർ ടിയിലും എല്ലാവരും അറ്റ് എ ടൈമിൽ 0ലേക്ക് പോകുന്നില്ല എന്നാണ് നമുക്ക് അസ്യൂം ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഒരു കോൺട്രഡിക്ഷനാണ് നമുക്ക് വേണ്ടത്. ദാറ്റ് മീൻസ് ഫോർ ഓൾ ടി എലമെൻറ്റ് ഓഫ് ക്ലോസ് ഇൻ്റർവൽ 0, 1 ദർ ഈസ് സം എക്സ് ടി എലമെൻറ്റ് ഓഫ് എം. അതായത് ടി എന്ന പോയിൻറ്റിൽ ഡിഫൈൻ ചെയ്യപ്പെടുന്ന ഫംഗ്ഷനെ നമ്മൾ എക്സ് ടി എന്ന് ഡിനോട്ട് ചെയ്തു. സച്ച് ദാറ്റ് എക്സ് ടി ഓഫ് ടി എന്നാണ് അവിടെ എഴുതുന്നത്. എക്സ് ടി ഓഫ് എക്സ് അല്ല, എക്സ് ടി ഓഫ് ടി നോട്ട് ഈക്വൽ ടു 0. അതായത് ടി എന്ന പോയിന്റിൽ 0ലേക്ക് പോകുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എക്സ് ടി ഓൾറെഡി എമ്മിലെ പോയിൻ്റ് ആയതുകൊണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷനാണ് നമുക്കറിയാം. കണ്ടിന്യൂസ് ഫംഗ്ഷൻ്റെ ഒരു പ്രത്യേകത, ഒരു പോയിന്റിൽ ഒരു വാല്യൂ അസൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നൈബറെങ്കിലും അതിനോട് അനുബന്ധിച്ചായിരിക്കും കിടക്കുക. കാരണം കണ്ടിന്യൂറ്റിയുടെ ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന കൺസെപ്റ്റ് വേണമെങ്കിൽ പറയാം. അത് റിയൽ ലൈനിലാണ് പറയുക. ഇവിടെ കോംപ്ലക്സ് വാല്യൂഡ് പോസിബിലിറ്റി കൂടിയുണ്ട്. അപ്പോൾ ഇവിടെ നൈബർഹുഡിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട വാല്യൂസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ എക്സ് ടി ഓഫ് ടി നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ ടിയോട് അടുത്ത് കിടക്കുന്ന അല്ലെങ്കിൽ ആ ടിയുടെ ഒരു നൈബർഹുഡിൽ ഒരിക്കലും ഈ ഫംഗ്ഷൻ എന്താവില്ല, 0 ആവില്ല. ഇവിടെ നൈബർഹുഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ക്ലോസ് ഇൻ്റർവൽ 0, 1 കേസാണ്. ക്ലോസ് ഇൻ്റർവൽ 0, 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നൈബർഹുഡ് എന്ന കൺസെപ്റ്റ് യൂഷ്വൽ നോമിലോ അല്ലെങ്കിൽ യൂഷ്വൽ മെട്രിക്കിൽ ഓപ്പൺ ഇൻ്റർവലാണ്. ദാറ്റ് മീൻസ് corresponding to this particular t, we can find out an open interval it in which our function xt of t not equal to 0 for all t element of it. t element of എന്ന് വേണ്ട, അവിടെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട സമയം എസ് എന്ന് എടുത്താൽ മതി. കാരണം ഇങ്ങോട്ടൊരു കൺഫ്യൂഷൻ അറൈസ് ചെയ്യും. Such it is an interval which satisfies the condition that xt of t not equal to 0 എക്സ് ടി എന്നല്ല അവിടെ ചൂസ് ചെയ്യേണ്ടത്. പകരം എക്സ് ടി ഓഫ് എസ് നോട്ട് ഈക്വൽ ടു 0 ഫോർ ഓൾ എസ് എലമെൻറ്റ് ഓഫ് ഐ ടി എന്ന് വേണം എടുക്കാൻ. അവിടെ ടി തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു കൺഫ്യൂഷൻ വരും. ടി അല്ല എടുക്കേണ്ടത്, എസ് എന്ന് ചൂസ് ചെയ്യാം. ഓക്കെ, ദറ്റ് ഈസ് അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് എക്സ് ടി എന്ന ഫംഗ്ഷന് വേണ്ടി ഒരു ഇൻ്റർവൽ കണ്ടുപിടിച്ചു, ഐ ടി എന്ന് വരുന്നു കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതുപോലെ വേറൊരു ടിയിൽ 0 വരാത്ത ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഓരോ ഫംഗ്ഷനിൽ നിന്നും നമുക്ക് ഓരോ ഇൻ്റർവെൽ കിട്ടുകയാണ് ചെയ്യുക. ദാറ്റ് മീൻസ് വി ക്യാൻ ഫൈൻഡ് ഔട്ട് കളക്ഷൻ ഓഫ് ഓപ്പൺ ഇൻ്റർവെൽസ് ഐ ടി ഇൻ വിച്ച് സം ഓഫ് ദ ഫംഗ്ഷൻ ഇൻ ക്യാപിറ്റൽ എം സച്ച് ദാറ്റ് എക്സ് ടി ഓഫ് എസ് നോട്ട് ഈക്വൽ ടു 0 ഫോർ ഓൾ ടി എലമെൻറ്റ് ഓഫ് ഐ ടി. അപ്പോൾ അങ്ങനെ 0ലേക്ക് പോകാത്ത തരത്തിലുള്ള ഫംഗ്ഷൻസ് ഓരോ ഇതിൽ നിന്നും നമുക്ക് കിട്ടുന്നു. Okay, so such collections should form an open cover for our closed interval 0, 1. ഓക്കെ, ക്ലോസ് ഇൻ്റർവൽ 0, 1 ഓപ്പൺ കവർ. അത് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. സച്ച് കളക്ഷൻസ് ഐ ടി ഫോം ആൻ ഓപ്പൺ കവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ് ഇൻ്റർവൽ 0, 1 ഏതൊരു പോയിൻ്റ് എടുത്താലും ആ പോയിൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് വി ക്യാൻ ഫൈൻഡ് ഔട്ട്
ആൻ എക്സ് ടി എലമെൻറ്റ് ഓഫ് എം സച്ച് ദാറ്റ് എക്സ് ടി ഓഫ് ടി നോട്ട് ഈക്വൽ ടു 0 എന്ന് കിട്ടും. സ്വാഭാവികമായിട്ട് ആ ടീന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഓപ്പൺ ഇൻ്റർവെല്ലിൽ ആ ഫംഗ്ഷൻ 0 ആവില്ല എന്നാണ് നമ്മൾ തൊട്ട് മുന്നേ പ്രൂവ് ചെയ്തത്. അതിൽ നിന്ന് ടി എലമെൻറ്റ് ഓഫ് ക്ലോസ്ഡ് ഇന്റർവൽ 0 എടുത്താൽ ഏതെടുത്താലും അതിൽ നിന്നെല്ലാം ഒരു ഇൻ്റർവെൽ കിട്ടുന്നു. ദാറ്റ് മീൻസ് കറസ്പോണ്ടിങ് ടു ഈച്ച് പോയിന്റ് വി ക്യാൻ ഫൈൻഡ് ഔട്ട് ആൻ ഇൻ്റർവെൽ ഐ ടി which is satisfied above condition. That means collection of all such intervals form an open cover for closed interval 0, 1. But being a compact set, it has a finite subcover with respect to this collection. That means there exists finite number of intervals from our collection IT1, IT2, etc. ITN. N intervals on open intervals ഉണ്ടാവും and their union contains our closed interval 0, 1. Finite subcover ആയതുകൊണ്ട്. Okay. Next we define a function x of t equal to xt1 of t. അവിടെ മോഡുലസിൻ്റെ ആവശ്യമില്ല, സ്ക്വയർ ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. എക്സ് ഓഫ് ടി ഈക്വൽ ടു xt1 ഓഫ് ടി ഹോൾ സ്ക്വയർ പ്ലസ് xt2 ഓഫ് ടി ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് xtn ഓഫ് ടി ഹോൾ സ്ക്വയർ. മോഡുലസ് ആവശ്യമില്ല, മോഡുലസ് ഇല്ലാതെയാണ് നമ്മൾ ചൂസ് ചെയ്തത് ഫോർ ഓൾ ടി എലമെൻറ്റ് ഓഫ് ക്ലോസ്ഡ് ഇന്റർവൽ 0, 1. ഓക്കെ, അപ്പോൾ ഇവിടെ xt1 ഓഫ് ടി, അപ്പോൾ ഫസ്റ്റ് ഇൻ്റർവെല്ലിൽ xt1 എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഒരിക്കലും 0 ആവുന്നില്ല. അതുകൊണ്ട് ഫസ്റ്റ് ടേം 0 ആവില്ല. അതുപോലെ സെക്കൻഡ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന IT2 എന്ന് പറയുന്നിടത്ത് സെക്കൻഡ് ഫംഗ്ഷൻ 0 അല്ല. nth ഫംഗ്ഷൻ nth കേസിൽ ട്രൂ അല്ല. ഇനി ഈ ഇൻ്റർവെല്ലുകളുടെ യൂണിയൻ ക്ലോസ്ഡ് ഇന്റർവൽ 0, 1 കിട്ടുന്നത് കൊണ്ട് അറ്റ് എ ടൈമിൽ എക്സ് ഓഫ് ടി ഒരിക്കലും 0 ആവില്ല. ദാറ്റ് മീൻസ് എക്സ് ഓഫ് ടി നോട്ട് ഈക്വൽ ടു 0 ഫോർ ഓൾ ടി എലമെൻറ്റ് ഓഫ് ക്ലോസ്ഡ് ഇന്റർവൽ 0, 1. അതായത് IT1 0 കിട്ടുന്നില്ല, IT2 0 കിട്ടുന്നില്ല, ITN 0 കിട്ടുന്നില്ല. അതിനർത്ഥം ഫസ്റ്റ് ടേം 0 ആയിട്ട് വർക്ക് ചെയ്യില്ല IT1, സെക്കൻഡ് ടേം IT2 വർക്ക് ചെയ്യില്ല, ലാസ്റ്റ് ടേം ITN വർക്ക് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ അതിനർത്ഥം അറ്റ് എ ടൈമിൽ എക്സ് ഓഫ് ടി ഒരിക്കലും 0 കിട്ടുന്നില്ല. മനസ്സിലായോ? അപ്പോൾ ടി എലമെൻറ്റ് ഓഫ് ക്ലോസ്ഡ് ഇന്റർവൽ 0, 1 എടുത്തു. ടി എലമെൻറ്റ് ക്ലോസ്ഡ് ഇന്റർവൽ 0, 1 ആണ്. ക്ലോസ്ഡ് ഇന്റർവൽ 0, 1ൻ്റെ കവറാണ് IT1, IT2, എക്സെട്ര ITN. അപ്പോൾ ടി എലമെൻറ്റ് ഓഫ് ITN ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ITIയിൽ കറസ്പോണ്ടിങ് XTI ഓഫ് ടി നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. ദാറ്റ് മീൻസ് എക്സ് ഓഫ് ടി നോട്ട് ഈക്വൽ ടു 0. അതിൻ്റെ റീസൺ ബ്രാക്കറ്റിൽ കൊടുത്തത്. അപ്പോൾ ഒരു നോൺ സീറോ ഫംഗ്ഷനാണ് ക്യാപിറ്റൽ സ്മോൾ എക്സ് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് സ്മോൾ എക്സ് ഇൻവെർട്ടബിൾ ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അതിനുവേണ്ടി xt of t not equal to 0 for all t element of closed interval 0, 1. Then we can define another function y from closed interval 0, 1 to k by y of t equal to 1 by x of t. x of t ഒരിക്കലും 0 അല്ലാത്ത ഫംഗ്ഷനാണ്, അതായത് x ആക്സിസ് ടച്ച് ചെയ്യില്ല. അപ്പോൾ y of t equal to 1 by x of t for every t element of closed interval 0, 1 ചൂസ് ചെയ്തു. ഇത് രണ്ടും കൂടി പ്രോഡക്റ്റ് എടുത്താൽ 1 കിട്ടുന്നു. അതിനർത്ഥം ഇവിടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ്. എക്സിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ് y എങ്കിൽ എക്സ് ഷുഡ് ബി ഇൻവെർട്ടബിൾ ആണ് നമുക്ക് കിട്ടുന്നു. ഓക്കെ, ഇനി എക്സ് ഇൻവെർട്ടബിൾ ആണ്. ഇനി നമ്മൾ അടുത്ത് ക്ലെയിം ചെയ്യുന്നത് എക്സ് എലമെൻറ്റ് ഓഫ് എം എന്നാണ്. നമുക്ക് ആക്ച്വലി എം ഒരു പ്രോപ്പർ ഐഡിയയിലായിരിക്കണം, മാക്സിമൽ ഐഡിയ പ്രോപ്പർ ഐഡിയ ആയതുകൊണ്ട് ഇൻവെർട്ടബിൾ എലമെൻറ്റ് ഒരിക്കലും എമ്മിൽ വരില്ല. നമ്മൾക്ക് പക്ഷേ ഇവിടെ വരുമെന്ന് കിട്ടുമ്പോൾ നമ്മൾ അസ്യൂം ചെയ്തതിന് കോൺട്രഡിക്ഷൻ കിട്ടും. അതായത് എം ടിക്ക് ഈക്വൽ അല്ലാതെ പറഞ്ഞതിന് കോൺട്രഡിക്ഷൻ കിട്ടും. ഓക്കെ, ആൾസോ നോട്ട് ദാറ്റ് ബൈ ദ ഡെഫിനിഷൻ എക്സ് ഇസ് ഈക്വൽ ടു, അതാണ് ഞാൻ ഇവിടെ സ്ക്വയർ എന്നാണ് പറഞ്ഞത്, എക്സ് ഇസ് ഈക്വൽ ടു xt1 ഡോട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഡോട്ട് പ്രൊഡക്റ്റ് അല്ല, ആക്ച്വലി മൾട്ടിപ്ലിക്കേഷൻ ആണ്. xt1 ഇൻറ്റു xt1 പ്ലസ് xt2 ഇൻറ്റു xt2, കാരണം ഇവിടെ ബനാങ്ക് ആൾജിബ്രയിൽ മൾട്ടിപ്ലിക്കേഷൻ ഓൾറെഡി വെൽ ഡിഫൈൻഡ് ആണ്. ഓക്കെ, പ്ലസ് എക്സെട്ര പ്ലസ് xtn ഇൻറ്റു xtn ആൻഡ് ഈച്ച് xti എലമെൻറ്റ് ഓഫ് എം. അപ്പോൾ xt ഓഫ് എലമെൻറ്റ് ഓഫ് എം ആണെങ്കിൽ ഐഡിയൽ മൾട്ടിപ്ലിക്കേഷൻ പ്രകാരം ഓരോ ടേം അതിനുള്ളിൽ തന്നെ ഉണ്ടാവും, കാരണം പ്രൊഡക്റ്റ് അതിനകത്ത് ക്ലോസ്ഡ് ആണ്. പ്രൊഡക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡിയൽ പ്രൊഡക്റ്റ് പറഞ്ഞാൽ ഐഡിയൽ എലമെൻറ്റ് ഇൻറ്റു റിംഗിൽ എലമെൻറ്റ്. ഇപ്പോൾ രണ്ടും ഐഡിയലിൽ തന്നെ ആയതുകൊണ്ട് അതിനകത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ എം ഒരു ഐഡിയൽ ആയതുകൊണ്ട് ഈച്ച് ടേം ബിലോങ്സ് ടു എം ആൻഡ് ഫൈനൈറ്റ് സം ഈസ് ആൾസോ ബിലോങ്സ് ടു എം, കാരണം സബ് സ്പേസ് കൂടി ആയതുകൊണ്ട്. അതുകൊണ്ട് എക്സ് മസ്റ്റ് ബി എ മെമ്പർ ഓഫ് എം എന്ന് കിട്ടുന്നു. എം ഐഡിയൽ ആയതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ആൻ ഇൻവെർട്ടബിൾ എലമെൻറ്റ് ബിലോങ്സ് ടു അവർ മാക്സിമൽ ഐഡിയൽ എം, ബട്ട് മാക്സിമൽ ഐഡിയൽ ഈസ് എ പ്രോപ്പർ ഐഡിയൽ വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ. ഒരു തിയറത്തിനുള്ള കോൺട്രഡിക്ഷനാണ്, കാരണം ഒരു ഇൻവെർട്ടബിൾ എലമെൻറ്റ് ഒരിക്കലും ഒരു പ്രോപ്പർ ഐഡിയൽ ഉണ്ടാവില്ല എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിരുന്നു. ഓക്കെ, സോ നമ്മൾ എം നോട്ട് ഈക്വൽ ടു എം ടി ഫോർ ഓൾ ടി എന്ന് പറഞ്ഞതിനുള്ള കോൺട്രഡിക്ഷൻ കിട്ടിയിരിക്കുന്നു. ദാറ്റ് മീൻസ് എം മസ്റ്റ് ബി ഈക്വൽ ടു സം എം ടി. ദാറ്റ് മീൻസ് നമുക്ക് എന്ത് കിട്ടുന്നു? എക്സ് എലമെൻറ്റ് ഓഫ് എം ഇംപ്ലൈസ് എക്സ് ഓഫ് ടി അതിനർത്ഥം എക്സ് എമ്മിലുണ്ടെങ്കിൽ എക്സ് എലമെൻറ്റ് ഓഫ് എം ടി ആയിരിക്കും. അതായത് എം ഈക്വൽ ടു എം ടി എന്ന ഫോമിലാണ് കിട്ടുന്നത്.
ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. എക്സ് എലമെൻറ്റ് ഓഫ് എം ഇംപ്ലൈസ് എക്സ് ഓഫ് ടി ഈക്വൽ ടു 0 ഇംപ്ലൈസ് എക്സ് എലമെൻറ്റ് ഓഫ് എം ടി എന്ന് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളുടെ ക്ലെയിം പ്രകാരം എക്സ് എലമെൻറ്റ് ഓഫ് എം കിട്ടിക്കഴിഞ്ഞാൽ വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ കിട്ടി. ദെർഫോർ എം മസ്റ്റ് ബി ഈക്വൽ ടു സം എം ടി എന്ന് എഴുതിയാൽ മതി. ഓക്കെ, പക്ഷേ എം ടി നമ്മൾ മാക്സിമൽ ഐഡിയ ആണെന്ന് ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. എം ഇവിടെ മാക്സിമൽ ഐഡിയ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എം ഈക്വൽ ടു എം ടി എന്ന് കിട്ടുന്നു. ഓക്കെ, ദെർഫോർ സി ഓഫ് ക്ലോസ് ഇൻവോൾ 0 ഏതൊരു മാക്സിമൽ ഐഡിയയുടെയും ജനറൽ ഫോം എന്ന് പറയുന്നത് എം ടി എന്ന ഫോമിലാണ് വരുന്നത്. ഇനി വളരെ പ്രസിദ്ധമായ തിയറമാണ് ജെൽഫാൻ തിയറം. ഫോർ എവരി പ്രോപ്പർ ഐഡിയൽ ഐ സബ്സെറ്റ് ഓഫ് അവർ ബനാങ്ക് ആൾജിബ്ര ദർ ഈസ് എ മാക്സിമൽ ഐഡിയൽ എം സച്ച് ദാറ്റ് ഐ സബ്സെറ്റ് ഓഫ് എം. അതായത് ഒരു ബനാങ്ക് ആൾജിബ്രയിലെ ഏതൊരു പ്രോപ്പർ ഐഡിയയിലും ഏതോ ഒരു മാക്സിമൽ ഐഡിയലിനുള്ളിലായിരിക്കും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യുന്നത്. അത് പ്രസിദ്ധമായ തിയറമാണ്. അതിനുവേണ്ടി നമ്മൾ കൺസിഡർ ചെയ്തു ലെറ്റ് സ്ക്രിപ്റ്റ് ബി ഈസ് ദ കളക്ഷൻ ഓഫ് ആൾ പ്രോപ്പർ ഐഡിയൽസ് ഓഫ് ഓർ ദ ബനാങ്ക് ആൾജിബ്രയെ വിച്ച് കണ്ടെയ്ൻസ് ഐ. അതായത് ഐയെ കണ്ടെയ്ൻ ചെയ്യുന്ന എല്ലാ പ്രോപ്പർ ഐഡിയൽസിൻ്റെയും കളക്ഷനെ നമ്മൾ ചൂസ് ചെയ്തു, ജെ എന്ന് പേര് കൊടുത്തു. ദാറ്റ് മീൻസ് ബി ഈസ് ദ കളക്ഷൻ ഓഫ് ആൾ പ്രോപ്പർ ഐഡിയൽസ് ജെ വിച്ച് കണ്ടെയ്ൻസ് ഐ ആൻഡ് കണ്ടെയ്ൻഡ് ഇൻ സ്ട്രിക്ട്ലി കണ്ടെയ്ൻഡ് ഇൻ എ സച്ച് ദാറ്റ് ജെ ഈസ് എ പ്രോപ്പർ ഐഡിയൽ. ഓക്കെ, പ്രോപ്പർ ഐഡിയൽ പറഞ്ഞാൽ സ്ട്രിക്ട്ലി കണ്ടെയ്ൻഡ് ഇൻ ഐ എ എന്നാണ് അർത്ഥം. ഇനി ഇതൊരു കളക്ഷൻ ഓഫ് ഐഡിയൽസ് ആണ്. ഇവിടെ ഞാൻ ഒരു പാർഷ്യൽ ഓർഡർ റിലേഷൻ, സബ്സെറ്റ് ഓർ ഈക്വൽ ടു റിലേഷൻ, ഇൻക്ലൂഷൻ റിലേഷനെ ഒരു പാർഷ്യൽ ഓർഡറായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. J1 less than or equal to J2 if and only if J1 സബ്സെറ്റ് ഓഫ് J2 എന്നാണ് എഴുതേണ്ടത്. അവിടെ എലമെൻ്റ് എന്നല്ല. J1 less than or equal to J2 if and only if J1 സബ്സെറ്റ് ഓഫ് അല്ലെങ്കിൽ സബ് സ്പേസ് ഓഫ് J2 എന്നാണ് എലമെൻറ്റിന് എഴുതിയത്. തെറ്റാണ്. അപ്പോൾ ഞാൻ ഒരു ചെയിൻ കൺസിഡർ ചെയ്തു. ഈ കളക്ഷനിൽ നിന്ന് ഒരു ചെയിൻ മീൻസ് ഒരു മോണോട്ടോൺ ഇൻക്രീസിങ് ആയിട്ട് പോകുന്ന ഒരു കളക്ഷൻ ഓഫ് ഐഡിയൽസ് ജെ ബി എ ലീനിയർ ചെയിൻ. ലീനിയർ ചെയിനാണ്. ഇനി അങ്ങനെയാണെങ്കിൽ ഫോർ എവരി J1 J2 എലമെൻറ്റ് ഓഫ് അതിൽ ഏത് രണ്ട് പോയിൻ്റ് എടുത്താലും ഏതെങ്കിലും ഒന്ന് വലുതായിരിക്കും. J1 സബ്സെറ്റ് ഓഫ് J2 ഓർ J2 സബ്സെറ്റ് ഓഫ് J1 എന്ന രൂപത്തിലായിരിക്കും. ആൻഡ് കൺസിഡർ J ബാർ ഈക്വൽ ടു യൂണിയൻ JI. അപ്പോൾ ഒരു ചെയിൻ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കൂടി യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ അത് ഐഡിയൽ ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സബ് സ്പേസിൻ്റെ ഡെഫിനിഷൻ പോലെ തന്നെയാണ്. W1 യൂണിയൻ W2 സബ് സ്പേസ് ആവണമെങ്കിൽ ഐദർ വൺ ഓഫ് ദം കണ്ടെയ്ൻഡ് ഇൻ ദി അതർ. അതായത് W1 യൂണിയൻ W2 ഈസ് എ സബ് സ്പേസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഐദർ W1 സബ്സെറ്റ് ഓഫ് W2 ഓർ W2 സബ്സെറ്റ് ഓഫ് W1. ഇവിടെ ചെയിൻ ആയതുകൊണ്ട് ഏതെങ്കിലും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. ഇതിലുള്ള ഏത് എലമെൻ്റ് എടുത്താലും ദാറ്റ് മീൻസ് അവർ J ക്ലോഷർ മസ്റ്റ് ബി എൻ ഐഡിയൽ. അവരെ സബ് സ്പേസ് ഒന്ന് ആദ്യം കിട്ടുന്നു. ഇനി ഐഡിയൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഐഡിയൽ ഓപ്പറേഷൻ നോക്കാം. ലെറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് J ബാർ ആൻഡ് വൈ എലമെൻറ്റ് ഓഫ് എ. എക്സ് J ബാറിലുണ്ടെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി കണ്ടെയ്ൻഡ് ഇൻ സം JI. കാരണം അത് യൂണിയൻ ആയതുകൊണ്ട് ഏതെങ്കിലും ഒന്നിലും ഉണ്ടാവും ഫോർ സം ഐ. ബട്ട് JI എന്ന് പറയുന്ന ഐഡിയലാണ്. ഐഡിയൽ ഓപ്പറേഷൻ ക്ലോസ്ഡാണ്. അതായത് YX എന്ന് പറയുന്നത് മസ്റ്റ് ബി ഇൻ JI അല്ലെങ്കിൽ XY മസ്റ്റ് ബി ഇൻ JI. അപ്പോൾ JIയിലുണ്ടെങ്കിൽ യൂണിയനിലും ഉണ്ടാവും. ദാറ്റ് മീൻസ് YX മസ്റ്റ് ബി ഇൻ J ക്ലോഷർ. ദെർഫോർ J ബാർ ഈസ് ആൻ ഐഡിയൽ. അപ്പോൾ നമുക്ക് J ബാർ എന്ന് പറയുന്ന യൂണിയൻ എന്ന് പറയുന്നത് അതിനകത്ത് ഈ എഫിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഐഡിയലാണ് J ബാർ എന്ന് മനസ്സിലായി. ഇനി നമ്മൾ അടുത്ത് പ്രൂവ് ചെയ്യുന്നത് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി ഡസ് നോട്ട് ബിലോങ്സ് ടു JI ആണ്. കാരണം JIs ആർ പ്രോപ്പർ ഐഡിയൽസ്. പ്രോപ്പർ ഐഡിയലിനുള്ളിൽ ഒരിക്കലും മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി ഉണ്ടാവില്ല. കാരണം മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി ഉണ്ടെങ്കിൽ ഹോൾ ആൾജിബ്രയിൽ മാത്രമേ അതുണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഡസ് നോട്ട് ബിലോങ്സ് ടു JI ഫോർ എവരി ഐ. സോ ഈ നോട്ട് ഇൻ അവർ ക്ലോഷർ J ക്ലോഷർ. കാരണം യൂണിയനിലും ഉണ്ടാവില്ല. കാരണം ഒരു JIയിലും ഇല്ലെങ്കിൽ യൂണിയനിലും ഉണ്ടാവില്ല. ദെർഫോർ J ബാർ ഈസ് എ പ്രോപ്പർ ഐഡിയൽ. അപ്പോൾ ഇവിടെ കിട്ടിയിട്ടുള്ള J ബാർ ഒരു ഐഡിയലാണ്, പ്രോപ്പർ ഐഡിയലാണെന്ന് മനസ്സിലായി. ഇനി J ബാറിൻ്റെ അപ്പർ ബോണ്ട്, J ബാർ എന്ന് പറയുന്നത് ഈ F എന്ന് പറയുന്ന ചെയിനിൻ്റെ അപ്പർ ബോണ്ടാണ്. ദാറ്റ് മീൻസ് സ്ക്രിപ്റ്റ് P ഈസ് എ കളക്ഷൻ ഓഫ് ആൾ പ്രോപ്പർ ഐഡിയൽസ് വിച്ച് കണ്ടെയ്ൻസ് I ഇൻ അവർ ബനാങ്ക് ആൾജിബ്ര A and F is a corresponding a linear chain and J bar act as an upper bound for കാരണം ഏറ്റവും വലുതാണ് upper bound for this chain. That means every chain in the partial order set B has an upper bound. ഇപ്പോൾ സോൺസ് ലെമ്മ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഒരു പാർഷ്യലി ഓർഡേർഡ് സെറ്റിലെ എല്ലാ ചെയിനിനും അപ്പർ ബൗണ്ട് ഉണ്ടെങ്കിൽ അതിനൊരു മാക്സിമൽ എലമെൻ്റ് ഉണ്ടെന്നാണ് സോൺസ് ലെമ്മ. വളരെ പ്രസിദ്ധമായ റിസൾട്ടാണ്. ഓക്കെ, ഇഫ് ഒരു സെറ്റ് പാർഷ്യലി ഓർഡേർഡ് സെറ്റാണ്, അതിൽ എല്ലാ ചെയിനും അപ്പർ ബൗണ്ട് ഉണ്ടെങ്കിൽ ഇറ്റ് ഹാസ് എ മാക്സിമൽ ഐഡിയലാണ്.
ഓക്കെ, അപ്പോൾ ഒരു പാർഷ്യലി ഓർഡേർഡ് സെറ്റിലുള്ള എല്ലാ ചെയിനും അപ്പർ ബൗണ്ട് ഉണ്ടെങ്കിൽ അതിന് മാക്സിമൽ എലമെൻ്റ് ഉണ്ടെന്ന സോൺസ് ലെമ്മ പ്രകാരം ഈ ബിക്കും ഒരു മാക്സിമൽ എലമെൻ്റ് ഉണ്ടാവും. ആ മാക്സിമൽ എലമെൻറ്റിനെ നമ്മൾ മാക്സിമൽ ഐഡിയ, കാരണം മാക്സിമൽ എലമെൻറ്റ് ഓൾറെഡി എന്തായിരിക്കും, ഐഡിയൽ കൂടിയായിരിക്കും. സോ ഇറ്റ് ആക്ട് ആസ് എ മാക്സിമൽ ഐഡിയൽ കണ്ടെയ്നിങ് ഐ. ഓക്കെ, ഇതാണ് ജെൽഫാൻസ് തിയറം. വളരെ പ്രസിദ്ധമായ റിസൾട്ടാണ്. അടുത്ത കൊറോളറി 10.2.2 ആൻ എലമെൻറ്റ് എക്സ് ഈസ് ഇൻവെർട്ടബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഡസ് നോട്ട് ബിലോങ്സ് ടു എനി മാക്സിമൽ ഐഡിയൽ. നമുക്ക് ഓൾറെഡി അറിയാം ഒരു പ്രോപ്പർ ഐഡിയലിൽ ഇൻവെർട്ടബിൾ എലമെൻറ്റ് ഉണ്ടാവില്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നോ ഇൻവെർട്ടബിൾ എലമെൻറ്റ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ എ പ്രോപ്പർ ഐഡിയൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ഒരു എലമെൻറ്റ് ഇൻവെർട്ടബിൾ ആവാനുള്ള നെസസറി ആൻഡ് സഫീഷ്യൻറ്റ് കണ്ടീഷനാണ് ഇറ്റ് ഡസ് നോട്ട് ബിലോങ്സ് ടു എനി മാക്സിമൽ ഐഡിയൽ. സോ വി ഫസ്റ്റ് സപ്പോസ് അവർ എലമെൻറ്റ് ഈസ് ആൻ ഇൻവെർട്ടബിൾ എലമെൻറ്റ്. ഇൻവെർട്ടബിൾ എലമെൻറ്റ് ഒരിക്കലും എവിടെ ഉണ്ടാവില്ല, ഒരു പ്രോപ്പർ ഐഡിയൽ ഉണ്ടാവില്ല. ബട്ട് മാക്സിമൽ ഐഡിയൽ ഈസ് ആൾസോ എ പ്രോപ്പർ ഐഡിയൽ. സോ മാക്സിമൽ ഐഡിയൽ ഉണ്ടാവില്ല. അപ്പോൾ ഒരു പാർട്ട് ക്ലിയർ ആണ്. കോൺവേഴ്സ് പാർട്ട് നമ്മൾ അസ്യൂം ചെയ്തു. നമുക്ക് ചെയ്യേണ്ട എന്താണ്, എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു എനി മാക്സിമൽ ഐഡിയൽ. വി നീഡ് ടു പ്രൂവ് ദാറ്റ് എക്സ് ഈസ് ഇൻവെർട്ടബിൾ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം പറയുകയാണ് എക്സ് ഈസ് ഡസ് നോട്ട്, നമ്മൾ സപ്പോസ് ചെയ്യാണ് ഇൻവെർട്ടബിൾ അല്ല എന്ന് പറയുന്ന ഒരു കോൺട്രഡിക്ഷൻ കിട്ടിയാൽ മതി. സപ്പോസ് ദാറ്റ് എക്സ് ഈസ് നോട്ട് ഇൻവെർട്ടബിൾ. എക്സ് ഈസ് നോട്ട് ഇൻവെർട്ടബിൾ ആണെങ്കിൽ എക്സ് ഒരിക്കലും ഒരു പ്രോപ്പർ ഐഡിയൽ ഉണ്ടാവില്ല. എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു സം പ്രോപ്പർ ഐഡിയൽ. അപ്പോൾ ഏതോ ഒരു പ്രോപ്പർ ഐഡിയൽ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു സം പ്രോപ്പർ ഐഡിയൽ പറഞ്ഞാൽ ആ പ്രോപ്പർ ഐഡിയലിന് ഐ എന്ന് പേര് കൊടുത്തു കഴിഞ്ഞാൽ ആ ഐയെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു മാക്സിമൽ ഐഡിയൽ ജെൽഫാൻ തിയറം പ്രകാരം എക്സിസ്റ്റ് ചെയ്യും. Okay, that means we can find out an maximal ideal which contains our I such that x element of I. അപ്പോൾ കണ്ടെയ്ൻഡ് ഇൻ എ മാക്സിമൽ ഐഡിയൽ. അപ്പോൾ ഐ എം എന്ന മാക്സിമൽ ഐഡിയലിനുണ്ട്, എക്സ് എലമെൻറ്റ് ഓഫ് ഐ ആണ്. ദാറ്റ് മീൻസ് എക്സ് എലമെൻറ്റ് ഓഫ് എം ആണ്. അപ്പോൾ എം ഒരു മാക്സിമൽ ഐഡിയലാണ്. ദാറ്റ് മീൻസ് എക്സ് ബിലോങ്സ് ടു എ മാക്സിമൽ ഐഡിയൽ. അപ്പോൾ എക്സ് ഈസ് നോട്ട് ഇൻവെർട്ടബിൾ മീൻസ് എക്സ് ബിലോങ്സ് ടു എ മാക്സിമൽ ഐഡിയൽ എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ആക്ച്വലി എന്താണ് നമ്മൾ പറഞ്ഞിരുന്നത്, എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു എ മാക്സിമൽ ഐഡിയൽ. സോ വി ഗെറ്റ് എ കോൺട്രഡിക്ഷൻ. ദാറ്റ് മീൻസ് എക്സ് എന്ന് പറഞ്ഞപ്പോഴാണ് കിട്ടിയത് എക്സ് ഈസ് നോട്ട് ഇൻവെർട്ടബിൾ. ദോർഫോർ എക്സ് മസ്റ്റ് ബി ഇൻവെർട്ടബിൾ എന്ന് കിട്ടും. അപ്പോൾ ഒരു എലമെൻറ്റിനെ ഇൻവെർട്ടബിലിറ്റി പറയാനുള്ള നെസസറി ആൻഡ് സഫീഷ്യൻറ്റ് കണ്ടീഷനാണ് കൊറോളറി 10.2.2. ഇനി എന്താണ് കോഷ്യൻ്റ് അൾജിബ്ര എന്ന് നോക്കാം. ഒരു ഐഡിയൽ, ഇപ്പോൾ നമുക്ക് കോഷ്യൻ്റ് സ്പേസ് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ താഴെ എഴുതുന്ന സബ് സ്പേസ് മസ്റ്റ് ബി ക്ലോസ്ഡ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ ഐഡിയലിലും കോഷ്യൻ്റ് അൾജിബ്ര ഉണ്ടാക്കണമെങ്കിലും ഐഡിയൽ ഉപയോഗിച്ച് ഉണ്ടാക്കുക. കോഷ്യൻ്റ് സ്പേസ് ഉണ്ടാക്കാൻ സബ് സ്പേസ് മതി. പക്ഷേ കോഷ്യൻ്റ് അൾജിബ്ര ഉണ്ടാക്കണമെങ്കിൽ റിംഗ് സ്ട്രക്ചർ കൂടി ഉള്ളതുകൊണ്ട് വി നീഡ് ആൻ ഐഡിയൽ, ക്ലോസ്ഡ് ഐഡിയൽ. ലെറ്റ് ഐ ബി എ ക്ലോസ്ഡ് ഐഡിയൽ ഓഫ് എ കമ്മ്യൂട്ടേറ്റീവ് ബനാങ്ക് അൾജിബ്ര ആൻഡ് എ കൺസിഡർ ദി കോഷ്യൻ്റ് സ്പേസ് എ ഗിവൺ ഐ. ഈ എ ഗിവൺ ഐ ഒരു കോഷ്യൻ്റ് അൾജിബ്ര ആയിരിക്കും എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ എ ഗിവൺ ഐയിൽ ഓൾറെഡി അഡീഷനും സ്കാലാർ മൾട്ടിപ്ലിക്കേഷനും ഉണ്ട്. അതൊരു കോഷ്യൻ്റ് സ്പേസ് ആണ് വിത്ത് റെസ്പെക്ട് ടു ദ കോഷ്യൻ്റ് നോം നമുക്കറിയാം. അതുപോലെ തന്നെ അതൊരു ബനാങ്ക് സ്പേസ് കൂടിയായിരിക്കും. ഇപ്പോൾ എ ഗിവൺ ഐ എന്ന് എ ബനാങ്ക് ആയതുകൊണ്ട് എ ഗിവൺ ഐ ഈസ് ആൾസോ എ ബനാങ്ക് സ്പേസ്. ഇനി നമുക്ക് അതിനകത്ത് ടെസ്റ്റ് ചെയ്യാനുള്ളത് അതിനകത്തുള്ള മൾട്ടിപ്ലിക്കേഷൻ വെൽ ഡിഫൈൻഡ് ആണെന്നും മൾട്ടിപ്ലിക്കേഷൻ റിങ്ങിൻ്റെ ഓപ്പറേഷൻസും അതുപോലെ തന്നെ ഇത് ആക്ട് ഓൺ സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ, അതുപോലെ കണ്ടിന്യൂറ്റി ആയിട്ട് ബന്ധപ്പെട്ട ബോത്ത് വേരിയബിൾസിൻ്റെ കാര്യം, മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി, ഇത്രയും കാര്യങ്ങൾ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, പിന്നെ കമ്മ്യൂട്ടേറ്റിവിറ്റിയും കൂടി സാറ്റിസ്ഫൈ, മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റിവിറ്റി ഒക്കെ കിട്ടും. ഓക്കെ, അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് കിട്ടും. എ യോൺ ഐസ് എ ബനാങ്ക് അൾജിബ്ര നമുക്ക് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി ഇത് പ്രൊഡക്റ്റ് ഈസ് വെൽ ഡിഫൈൻഡ്, പ്രൊഡക്റ്റ് വെൽ ഡിഫൈൻഡ് ആണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നു. ക്ലാസ് എക്സ് ഇസ് ഈക്വൽ ടു ക്ലാസ് എക്സ് എന്ന ഫോമിലായിരിക്കും എ ഗിവൺ ഐയിലുള്ള എല്ലാ മെമ്പേഴ്സും. ക്ലാസ് എക്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എക്സ് എലമെൻറ്റ് ഓഫ് എ ആൻഡ് ക്ലാസ് എക്സ് എന്ന് പറയുന്നത് ശരിക്കും എക്സ് പ്ലസ് ഐ എന്ന ഫോമിലായിരിക്കും കിടക്കുക. ഓക്കെ, അപ്പോൾ ക്ലാസ് എക്സ് ഈക്വൽ ടു ക്ലാസ് എക്സ് വൺ ആൻഡ് ക്ലാസ് വൈ ഈക്വൽ ടു ക്ലാസ് വൈ വൺ എന്നെടുത്തു. നമുക്ക് പ്രൂവ് ചെയ്യുന്നത് ക്ലാസ് എക്സ് ഇൻറ്റു ക്ലാസ് വൈയും ക്ലാസ് എക്സ് വൺ ഇൻറ്റു ക്ലാസ് വൈ വണ്ണും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. പക്ഷേ ക്ലാസ് എക്സ് ഇൻറ്റു ക്ലാസ് വൈ ഡിഫൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് ക്ലാസ് എക്സ് വൈ എന്നാണ് പ്രൊഡക്റ്റ് ഡിഫൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യാം. അതിനുവേണ്ടി ക്ലാസ് എക്സ് ഇസ് ഈക്വൽ ടു ക്ലാസ് എക്സ് വൺ ഇംപ്ലൈസ് എ എച്ച് ഈക്വൽ ടു ബി എച്ച് ഇംപ്ലൈസ് എ മൈനസ് ബി എലമെൻറ്റ് ഓഫ് എച്ച് എന്ന് പഠിച്ചിട്ടുണ്ട്. സോ എക്സ് മൈനസ് എക്സ് വൺ എലമെൻറ്റ് ഓഫ് ഇവിടെ ഐ ആണ്, കാരണം ക്ലാസ് എക്സ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഐ ആണ്. So y minus y1 element of phi, that means x minus x1 equal to some t1 and y minus y1 equal to t2, where t1 and t2 are members of i. I element ആയതുകൊണ്ട് അങ്ങനെ പേര് കൊടുത്തു. So x can be written as x1 plus t1 and y can be written as y1 plus t2. So x into y
product xy is defined by x1 plus t1 into y1 plus t2. That is പ്രൊഡക്റ്റിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ x1 y1 പ്ലസ് x1 x2 പ്ലസ് y1 t1 പ്ലസ് t1 t2. ഇപ്പോൾ t1 t2 ഓൾറെഡി അതിലുണ്ട്, y1 t1ഉം അതിലുണ്ടാവും, കാരണം ഐഡിയൽ മൾട്ടിപ്ലിക്കേഷൻ ക്ലോസ്ഡ് ആയതുകൊണ്ട്. അതുപോലെ x1 t2ഉം അതിലുണ്ടാവും. ദാറ്റ് മീൻസ് x1 t1 പ്ലസ് y1 t1 പ്ലസ് t1 t2 എന്നുള്ള എലമെൻറ്റിനെ ടോട്ടലായിട്ട് കൊടുക്കുന്നതാണ് t3. അവിടെ ഒരിക്കലും ഈക്വൽ ടു t3 എന്ന് എഴുതരുത്, അത് ബ്രാക്കറ്റിൽ എഴുതേണ്ടതാണ്. ആ 3 ടേം കൂടി ആഡ് ചെയ്തത് ഈക്വൽ ടു t3. Therefore that summation becomes x1 y1 പ്ലസ് t3 എന്ന് കിട്ടും. ഓക്കെ, ഐഡിയൽ ഓപ്പറേഷൻ ക്ലോസ്ഡ് ആയതുകൊണ്ടാണ് ആ 3 കൂടി സം ചെയ്യുമ്പോൾ ഒരു ഐഡിയൽ മെമ്പർ തന്നെ ആയത്. സോ വി ഗോട്ട് വാട്ട് xy ഈക്വൽ ടു x1 y1 പ്ലസ് t3. അതിൻ്റെ അർത്ഥം ക്ലാസ് എക്സ് വൈയും ക്ലാസ് x1 y1ഉം ഈക്വലായി മാറുന്നു. Therefore ക്ലാസ് x is equal to class x1 and class y is equal to class y1 implies class xy is class x into class y is equal to class x1 into class y1 എന്ന് കിട്ടുന്നു. പ്രോഡക്റ്റ് ഈസ് വെൽ ഡിഫൈൻ എന്ന് കിട്ടുന്നു. ഇതുപോലെ നമുക്ക് സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ചെക്ക് ചെയ്ത് നോക്കണം. നോം നോക്കുകയാണ്. നോം ഓഫ് ക്ലാസ് എക്സ് ഇസ് ഈക്വൽ ടു ബൈ ഡെഫിനിഷൻ ഓപ്പറേറ്റർ നോമാണ്. ഇൻഫിമം ഓഫ് നോം ഓഫ് ക്ലാസ് എക്സ് പ്ലസ് സെറ്റ് സച്ച് ദാറ്റ് സെറ്റ് എലമെൻറ്റ് ഓഫ് ഐ ആണെന്നറിയാം. Therefore for any epsilon greater than 0 there exists set1 set2 element of I such that norm of x plus z1 less than or equal to norm class x plus epsilon. ഇത് നമ്മൾ ഇൻഫിമത്തിൻ്റെ ഡെഫിനിഷൻ ജസ്റ്റ് അപ്ലൈ ചെയ്തിരിക്കുകയാണ്. അത് മറ്റു പല ക്ലാസ്സുകളിലും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇതുപോലെ തന്നെ വേറെ ക്ലാസ് വൈയുടെ നോം ചൂസ് ചെയ്യുമ്പോഴും ഇതേ കാര്യം തന്നെ നമുക്ക് എടുക്കാൻ പറ്റും എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട്. Therefore നോം ഓഫ് ക്ലാസ് എക്സ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് ക്ലാസ് എക്സ് വൈയുടെ വാല്യൂ എക്സിൻ്റെ വാല്യൂ വൈയുടെ വാല്യൂ അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും എക്സ് വൈ പ്ലസ് z1 y പ്ലസ് z2 x പ്ലസ് z1 z2. തൊട്ട് മുന്നേ t1 t2 എന്ന് എഴുതിയ അതേ പ്രോസസ്സ് പോലെ ഇവിടെ y പ്ലസ് z2 ഇൻറ്റു എക്സ് പ്ലസ് z1 എന്നുള്ള പ്രോഡക്റ്റ് ചൂസ് ചെയ്യുന്നതാണ്. That is equal to norm of x plus z1 into y plus z2. That is less than or equal to നോമിൽ ഓൾറെഡി ഇത് വനാങ്ക് ആൾജിബ്രയിലെ നോമിൻ്റെ പ്രത്യേകത പ്രൊഡക്റ്റിനെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കണ്ടീഷനിലേക്ക് കൊണ്ടുപോകും. ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് എക്സ് പ്ലസ് z1 ഇൻറ്റു നോം ഓഫ് y പ്ലസ് z2. കാരണം ഇവിടെ എ വനാങ്ക് ആൾജിബ്ര ആയതുകൊണ്ടാണ്. കാരണം എക്സ് പ്ലസ് z1ഉം y പ്ലസ് z2ഉം എയിലെ മെമ്പേഴ്സ് കൂടിയാണ്. ഓക്കെ, ഇനി തൊട്ട് മുന്നുള്ള റിസൾട്ട് അപ്ലൈ ചെയ്തത് ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ക്ലാസ് എക്സ് പ്ലസ് എപ്സിലോൺ ഇൻറ്റു അതിനെ സെറ്റ് നോട്ടേഷനിൽ കൊടുക്കരുത്, പ്രകാരം ഒരു ഓപ്പൺ ബ്രാക്കറ്റിൽ കൊടുക്കുക, ഇൻറ്റു നോം ഓഫ് ക്ലാസ് വൈ പ്ലസ് എപ്സിലോൺ എന്ന് എഴുതാം. എപ്സിലോൺ ആർബിട്രറി ആയതുകൊണ്ട് നമുക്ക് എപ്സിലോൺ ടെൻസ് ടു 0 എന്ന് കൊടുക്കുമ്പോൾ നോം ഓഫ് ക്ലാസ് എക്സ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ക്ലാസ് എക്സ് ഇൻറ്റു നോം ക്ലാസ് വൈ. അതായത് എ ഗിവൺ ഐയിലുള്ള നോമ് പ്രൊഡക്റ്റിനെ ഇൻഇക്വാളിറ്റി വഴി പ്രിസർവ് ചെയ്യുന്നുണ്ട്. ഇനി അതിലെ നോം ഓഫ് ഐഡൻറ്റിറ്റി എലമെൻറ്റ് 1 ആണെന്ന് കിട്ടണം. ഈസ് ആൻ ഐഡൻറ്റിറ്റി ഇൻ എ ദെൻ ക്ലാസ് ഈസ് ഐഡൻറ്റിറ്റി ഇൻ എ ഗിവൺ ഐ. ഓക്കെ, ഇനി അത് നമുക്ക് നോം നോക്കാം. നോം ഓഫ് ക്ലാസ് ഈസ് ഈക്വൽ ടു 1 എന്ന് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി നോം ഓഫ് ക്ലാസ് ഇ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഇ പ്ലസ് 0. കാരണം നോം ക്ലാസ് ഇ എന്ന് പറയുന്നത് ഇൻഫിമം എലമെൻ്റ് ആണ്, എല്ലാ എലമെൻറ്റിനേക്കാളും ചെറുതാണ്. 0 ഓൾറെഡി അതിൽ മെമ്പർ ആയതുകൊണ്ടാണ്. ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഇ പ്ലസ് 0. ബട്ട് നോം ഇ പ്ലസ് 0 ഈക്വൽ ടു നോം ഇ വിച്ച് ഇസ് ഈക്വൽ ടു 1. Therefore നോം ക്ലാസ് ഇ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇനി റിവേഴ്സ് കൂടി നമുക്ക് കിട്ടണം. റിവേഴ്സ് കിട്ടാൻ വേണ്ടി ഫോർ എനി യു എലമെൻറ്റ് ഓഫ് ഐ വി ഗെറ്റ് നോം ഇ പ്ലസ് യു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്നാണ് നമ്മൾ ക്ലെയിം ചെയ്യുന്നത്. ഇഫ് പോസിബിൾ സപ്പോസ് ദാറ്റ് ദർ ഈസ് എ യു എലമെൻറ്റ് ഓഫ് ഐ സച്ച് ദാറ്റ് നോം ഇ പ്ലസ് യു ലെസ് ദാൻ 1. ലെസ് ദാൻ 1 എന്ന് നമ്മൾ അസ്യൂം ചെയ്തു ഒരു യു എന്ന പോയിൻറ്റിന് വേണ്ടി. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടിച്ചിട്ടുണ്ട് നോം വാല്യൂ ലെസ് ദാൻ 1 ഇൻ എ വനാങ്ക് ആൾജിബ്ര ദെൻ ഇ മൈനസ് ദാറ്റ് വാല്യൂ ഈസ് ഇൻവെർട്ടബിൾ. ദാറ്റ് മീൻസ് ഇ മൈനസ് ഇ പ്ലസ് യു ഈസ് ഇൻവെർട്ടബിൾ മീൻസ് മൈനസ് യു ഈസ് ഇൻവെർട്ടബിൾ. ദാറ്റ് മീൻസ് യു ഈസ് ഇൻവെർട്ടബിൾ. നമുക്ക് യു ഐയിലെ മെമ്പറാണ്, ഐ ഒരു പ്രോപ്പർ ഐഡിയലാണ്. പ്രോപ്പർ ഐഡിയലിൽ ഒരിക്കലും എലമെൻ്റ് എന്താവില്ല, ഇൻവെർട്ടബിൾ ആവില്ല. ഓക്കെ, സോ വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ കിട്ടുന്നു. അപ്പോൾ അങ്ങനെ ഒരു എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം നോം ഓഫ് ഇ പ്ലസ് യു ഈസ് ആൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഓക്കെ, അപ്പോൾ അതിനർത്ഥം നോം ഓഫ് ക്ലാസ് ഇ എന്ന് പറയുന്നത് ഇൻഫിമം വാല്യൂ ആണ്. അതിൽ ഒരു വാല്യൂ തന്നെ ഗ്രേറ്റർ ആർ ഈക്വൽ ടു 1 ആയതുകൊണ്ട് ദാറ്റ് ഈസ് ഗ്രേറ്റർ ആർ ഈക്വൽ ടു 1. ദാറ്റ് മീൻസ് ക്ലാസ് ഇ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഇക്വേഷൻ നമ്പർ 2 ഫ്രം 1 and 2 ദീസ് 2 ആർ ഈക്വൽ. ദാറ്റ് മീൻസ് ക്ലാസ് ഓഫ് നോം ഇ എന്ന് പറയുന്നത് 1 ആണ് കിട്ടുന്നത്. അപ്പോൾ വനാങ്ക് ആൾജിബ്ര എ ഗിവൺ ഐയിലുള്ള എല്ലാ കണ്ടീഷൻസും നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ദാറ്റ് മീൻസ് എ ഗിവൺ ഐ എന്ന് പറയുന്നത് ഒരു കോഷ്യൻ വനാങ്ക് ആൾജിബ്ര ആയിരിക്കും.
ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. ഓക്കെ, ഇനി അടുത്ത പ്രധാനപ്പെട്ട 2-3 റിസൾട്ടുകളാണ് നമുക്കുള്ളത്. ഈ ബനാങ്ക് ആൾജിബ്രയുമായി ബന്ധപ്പെട്ട് കോഷ്യൻ ബനാങ്ക് ആൾജിബ്രയുമായിട്ടുള്ള റിസൾട്ടുകളാണ്. Let A be a commutative Banach algebra and I be an ideal of A, then the following are true. ഒന്നാമത്തേത്, if I subset of J subset of A and I is an ideal of A, then J given I is an ideal of A given I. അത് ഒരു ഇൻ്റർമീഡിയറ്റ് ഐഡിയൽ ഉപയോഗിച്ചിട്ട് കോഷ്യൻ്റ് അൾജിബ്രൽ ഐഡിയൽ ക്രിയേഷനാണ് ഒന്നാമത്തെ പ്രോപ്പർട്ടി. രണ്ടാമത്തത്, എവരി ഐഡിയൽ ഇൻ എ ഗിവൺ ഹാസ് ഓഫ് ദ ഫോം ജെ ഗിവൺ ഐ. ഇപ്പോൾ എ ഗിവൺ ഐയിലുള്ള ഏതൊരു ഐഡിയലിൻ്റെ ഫോം ജെ ഗിവൺ ഐ ആയിരിക്കും, ജെ ഈസ് ആൻ ഇൻ്റർമീഡിയറ്റ് ഐഡിയൽ. ആൻഡ് അടുത്ത കേസ്, ഇഫ് ഐ ലെസ് ആൻ ഓർ ഈക്വൾ ടു ജെ ലെസ് ആർ ഈക്വൾ ടു എ ആൻഡ് ജെ ഈസ് എൻ ഐഡിയൽ ഓഫ് എ, ദെൻ ജെ ഈസ് എ പ്രോപ്പർ ഐഡിയൽ ഓഫ് എ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ജെ പ്രോപ്പർ ഐഡിയൽ ആവണമെങ്കിൽ ജെ ഗിവൺ ഐ ഈസ് എ പ്രോപ്പർ ഐഡിയൽ ഓഫ് എ ഗിവൺ ഐ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടുകളാണ് മൂന്നും കോഷ്യൻ്റ് അൾജിബ്രയുടെ. അപ്പോൾ ആദ്യത്തെ നമുക്ക് ചെക്ക് ചെയ്യാൻ നോക്കാം. അതായത് ജെ ഈസ് എൻ ഐഡിയൽ ഓഫ് എ ആണെങ്കിൽ ജെ ഗിവൺ ഐ ഈസ് എൻ ഐഡിയൽ ഓഫ് എ ഗിവൺ ഐ നമുക്ക് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി സപ്പോസ് ചെയ്തു ഐ ലെസ് ആർ ഈക്വൾ ടു ജെ ലെസ് ആർ ഈക്വൾ ടു എ ആൻഡ് ഐ ആൻഡ് ജി ആർ ഐഡിയൽ ഓഫ് എ, വി നീഡ് ടു പ്രൂവ് ദാറ്റ് ജെ ഗിവൺ ഐ ഈസ് എൻ ഐഡിയൽ ഓഫ് എ ഗിവൺ ഐ. അതിനുവേണ്ടി ജെ ഗിവൺ ഐയിലുള്ള എലമെൻറ്റ്സിൻ്റെ ഫോം ക്ലാസ്സുകളായിരിക്കും. ക്ലാസ് എക്സ് ക്ലാസ് വൈ എലമെൻറ്റ് ഓഫ് ജെ ഗിവൺ ഐ മീൻസ് എക്സ് ആൻഡ് വൈ ആർ മെമ്പേഴ്സ് ഓഫ് ജെ. ഓക്കെ, കാരണം ക്ലാസ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ഐയും ക്ലാസ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ പ്ലസ് ഐയുമായിരിക്കും. സോ എക്സ് പ്ലസ് വൈ ഈസ് ആൾസോ മെമ്പർ ഓഫ് ജെ ബിക്കോസ് ജെ ഈസ് എ ഐഡിയൽ അഡീഷൻ ക്ലോസിലായിരിക്കും. Therefore class x plus y is a member of J given I. That means class x plus class y element of class x plus y J given I ലെ മെമ്പറാണ്. അത് അഡീഷൻ ക്ലോസിലാണെന്ന് പ്രൂവ് ചെയ്തു. നെക്സ്റ്റ് സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ ചെക്ക് ചെയ്യാം. ക്ലാസ് എക്സ് എലമെൻറ്റ് ഓഫ് ഈക്വൽ ടു എന്നല്ല ഇവിടെ എഴുതേണ്ടത്, എലമെൻറ്റ് ഓഫ് ജെ ഗിവൺ ഐ ആൻഡ് ആൽഫ ഈസ് എ സ്കാലാർ. ദെൻ വി നീഡ് ടു പ്രൂവ് ദാറ്റ് ആൽഫ സ്കാല എക്സ് എന്ന് പറയുന്നത് ജെ ഗിവൺ ഐയിലുണ്ടെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, പക്ഷേ ആൽഫ ക്ലാസ് എക്സ് സിക്കൽ ആൽഫാൻ്റെ ക്ലാസ് എക്സ് ഓൾറെഡി അറിയാം, കാരണം അത് കോഷ്യൻ്റ് അൾജിബ്രയിലെ മെമ്പർ ആയതുകൊണ്ട്. ഇനി അത് അതിനകത്ത് മെമ്പറാണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ആൽഫ എക്സ് എലമെൻറ്റ് ഓഫ് ജെ ഗിവൺ ഐ മീൻസ് നമുക്കറിയാം എന്താ അറിയാം, എക്സ് എലമെൻറ്റ് ഓഫ് ജെയും ആൽഫ എലമെൻറ്റ് ഓഫ് ആൽഫ സ്കാലാറുമാണെങ്കിൽ ആൽഫ എക്സ് എലമെൻറ്റ് ഓഫ് ജെ ആയിരിക്കും. ദാറ്റ് മീൻസ് ആൽഫ ക്ലാസ് ആൽഫ എക്സ് മസ്റ്റ് ബി എ മെമ്പർ ഓഫ് ജെ ഗിവൺ ഐ. ഓക്കെ, സോ ആൽഫ ഇൻറ്റു ക്ലാസ് എക്സും ക്ലാസ് ആൽഫ എക്സും ഈക്വൽ ആണെന്ന് നമുക്കറിയാം. ദാറ്റ് മീൻസ് സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ ഈസ് ക്ലോസ്ഡ്. അപ്പോൾ സബ് സ്പേസ് ആയി മാറുന്നു. നെക്സ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ക്ലോസ്ഡ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ക്ലാസ് എക്സ് എലമെൻറ്റ് ഓഫ് ജെ ഗിവൺ ഐ, അപ്പോൾ ഐഡിയൽ മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെക്ക് ചെയ്യുന്നത്. ക്ലാസ് എക്സ് എലമെൻറ്റ് ഓഫ് ജെ ഗിവൺ ഐ ആൻഡ് ക്ലാസ് സെഡ് എലമെൻറ്റ് ഓഫ് എ ഗിവൺ ഐ. അതിനർത്ഥം എക്സ് എലമെൻറ്റ് ഓഫ് ജെ ആൻഡ് സെഡ് എലമെൻറ്റ് ഓഫ് എ. ജെ ഈസ് ആൻ ഐഡിയൽ, ദോർ ഐഡിയൽ മൾട്ടിപ്ലിക്കേഷൻ ക്ലോസ്ഡ് ആയതുകൊണ്ട് എക്സ് സെഡ് എലമെൻറ്റ് ഓഫ് ജെ ആയിരിക്കും. എക്സ് സെഡ് എലമെൻറ്റ് ഓഫ് ജെ മീൻസ് ക്ലാസ് എക്സ് സെഡ് മസ്റ്റ് ബി എ മെമ്പർ ഓഫ് ജെ ഗിവൺ ഐ ആയിരിക്കും. ദോർ ജെ ഗിവൺ ഐ ഈസ് ആൻ ഐഡിയൽ ഓഫ് എ ഗിവൺ ഐ. ഇനി നെക്സ്റ്റ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്, രണ്ടാമത്തെ റിസൾട്ട് പറയുന്നത് എ ഗിവൺ ഐയിലുള്ള ഏതൊരു ഐഡിയലെ ഫോമും ജെ ഗിവൺ ഐ എന്ന ഫോമിലാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നു. അതിനുവേണ്ടി ലെറ്റ് ബി ബി എൻ ഐഡിയൽ ഓഫ് എ ഗിവൺ ഐ. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ബി ഈസ് ഈക്വൾ ടു സം ജെ ഗിവൺ ഐ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇനി ഈ ബിയിൽ നിന്ന് ഒരു ജെ ക്രിയേറ്റ് ചെയ്യണം. വെർ ജെ ലെറ്റ് ജെ ഈക്വൾ ടു സെറ്റ് ഓഫ് ആൾ യു എലമെൻറ്റ് ഓഫ് എ സച്ച് ദാറ്റ് ക്ലാസ് യു എലമെൻറ്റ് ഓഫ് ബി. അതായത് ജെ എന്ന് പറയുന്നത് ബനാങ്ക് ആൾജിബ്രയുടെ യു കളുടെ കളക്ഷനാണ്. ഇനി അതിൻ്റെ പ്രത്യേകത അതിൻ്റെ ക്ലാസ്സുകളെല്ലാം ബിയിലുണ്ടായിരിക്കും എന്നാണ് പ്രൂവ് എടുത്തിരിക്കുന്നത്. ജെ ഐഡിയലാണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ആദ്യം ഐ ജെയുടെ ഉള്ളിലുണ്ടെന്ന് നമ്മൾ ക്ലെയിം ചെയ്യുന്നു. ലെറ്റ് വൈ എലമെൻറ്റ് ഓഫ് ഐ. ലെറ്റ് വൈ എലമെൻറ്റ് ഓഫ് ഐ ആണെങ്കിൽ ക്ലാസ് വൈ എന്ന് പറയുന്നത് ക്ലാസ് വൈ ഈക്വൾ ടു വൈ പ്ലസ് ഐ ഈക്വൾ ടു ഐ ആണ്. കാരണം മെമ്പർ ആണെങ്കിൽ അതിൽ തന്നെ ഉണ്ടാവും നമുക്കറിയാം. അതിന് സീറോ എലമെൻ്റ് എന്ന് വിളിക്കുന്നത് ഐ എന്ന് പറയുന്നത്. ഫോർ വൈ എലമെൻറ്റ് ഓഫ് ഐ ആണ്. അങ്ങനെയാണെങ്കിൽ ക്ലാസ് വൈ എന്ന് പറയുന്നത് ആര് തന്നെയായിരിക്കും? ഐ തന്നെയായിരിക്കും. ക്ലാസ് വൈ ഐ ആണെങ്കിൽ ഐ ഓൾറെഡി എലമെൻറ്റ് ഓഫ് ബി ആയിരിക്കും. കാരണം ബി എന്ന് പറയുന്ന ഐഡിയൽ ഇൻ എ ഗിവൺ ഐ ആണെങ്കിൽ അതിനകത്ത് സീറോ എലമെൻ്റ് ഉണ്ടാവും. എ ഗിവൺ ഐയിലെ സീറോ എന്ന് പറയുന്നത് ഐ തന്നെയാണ്. അപ്പോൾ ക്ലാസ് വൈ ഈക്വൾ ടു ഐ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് അത് ബിയിലെ മെമ്പർ ആയിരിക്കും. അപ്പോൾ ക്ലാസ് വൈ ബിയിലുണ്ടെങ്കിൽ ജെയുടെ ഡെഫിനിഷൻ പ്രകാരം ആസ് പെർ ദ ഡെഫിനിഷൻ ഓഫ് ജെ ദിസ് വൈ മസ്റ്റ് ബി എ മെമ്പർ ഓഫ് ജെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ജെ എന്ന് എഴുതേണ്ടത് അവിടെ ഒരു എററുണ്ട്. വൈ എലമെൻറ്റ് ഓഫ് ഐ എന്നല്ല എഴുതേണ്ടത്, വൈ എലമെൻറ്റ് ഓഫ് ജെ. സോ വി ടേക്ക് y element of I implies y element of j, that means I is a subset of j. അതായത് ഐഡിയലാണ്, പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയുന്ന സബ് സ്പേസ് കൂടിയായിരിക്കും. ഓക്കെ, സബ് ഐഡിയൽ കൂടിയായിരിക്കും. ഇനി ജെ സബ് സ്പേസ് ആണ് നമുക്ക് പ്രൂവ് ചെയ്യണം.
സോ അതായത് ഐയെ കണ്ടെയ്ൻ ചെയ്യണമെന്ന് കിട്ടുള്ളൂ. ഐഡിയലാണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ അഡീഷൻ, സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ, ഐഡിയൽ ഓപ്പറേഷൻ മൂന്നും പ്രൂവ് ചെയ്യണം. അതിനകത്ത് അഡീഷൻ ചെക്ക് ചെയ്ത് നോക്കാം. എക്സ് ആൻഡ് വൈ ആർ എലമെൻറ്റ് ഓഫ് ജെ മീൻസ് ബോത്ത് ക്ലാസ് ആർ ഇൻ ബി, ബട്ട് ബി ഈസ് ആൻ ഐഡിയൽ ആയതുകൊണ്ട് അതിൻ്റെ സം അതിനകത്ത് തന്നെ ഉണ്ടാവും. ഫോർ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് ജെയിലുണ്ടാകുമെന്ന് കിട്ടുന്നു. ഇതുപോലെ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ, class x element of b, x element of j and alpha element of k, then class x element of b by the definition of j and alpha into class x element of b because b is an ideal, but that is equal to class alpha x element of b ആയിരിക്കും. class alpha x element of b ആണെങ്കിൽ alpha x must be a member of j ആയിരിക്കും. സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ക്ലോസിലാണ് കിട്ടുന്നത്. ഇനി ഐഡിയൽ ഓപ്പറേഷൻ അടുത്ത് കിട്ടുന്നത് എക്സ് എലമെൻറ്റ് ഓഫ് ജി ആൻഡ് സെഡ് എലമെൻറ്റ് ഓഫ് എ, ദെൻ ക്ലാസ് എക്സ് എലമെൻറ്റ് ഓഫ് ബി ആൻഡ് ക്ലാസ് സെഡ് എലമെൻറ്റ് ഓഫ് എ ഗിവൺ ആയി. അങ്ങനെയാണെങ്കിൽ ബി ഐഡിയൽ ഇൻ എ ഗിവൺ ഐ ആയതുകൊണ്ട് ദ പ്രൊഡക്റ്റ് ക്ലാസ് എക്സ് സെഡ് എന്ന് എഴുതേണ്ട, അവിടെ എക്സ് ഐ അല്ല, ക്ലാസ് എക്സ് സെഡ് ഈക്വൽ ടു ക്ലാസ് എക്സ് ഇൻറ്റു ക്ലാസ് സെഡ് എലമെൻറ്റ് ഓഫ് ബി ആയിരിക്കും. കാരണം ബി ഐഡിയൽ ആയതുകൊണ്ട് ദോർഫോർ എക്സ് സെഡ് മസ്റ്റ് ബി എ മെമ്പർ ഓഫ് ജെ. ദോർഫോർ ഐഡിയൽ മൾട്ടിപ്ലിക്കേഷൻ ഈസ് ക്ലോസ്ഡ് ഇൻ ജെ. അതിൻ്റെ അർത്ഥം ജെ ഒരു ഐഡിയൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ ജെ എന്ന് പറയുന്നത് ബിയിൽ നിന്ന് കൺസ്ട്രക്ട് ചെയ്തതാണ്. ജെ ഒരു ഐഡിയലായി അത് ഐയെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ ക്ലാസ് യു എലമെൻറ്റ് ഓഫ് ബി എന്നെടുത്ത് കഴിഞ്ഞാൽ അതിനർത്ഥം യു എലമെൻറ്റ് ഓഫ് ജെ എന്നാണ്. ദിസ് ഈസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്ലാസ് യു എലമെൻറ്റ് ഓഫ് ജെ ഗിവൺ ഐ ആണ്, ജെ ഗിവൺ ഐയുടെ ഡെഫിനിഷൻ പ്രകാരം. അപ്പോൾ യു എലമെൻറ്റ് ഓഫ് ബി എടുക്കുമ്പോൾ യു എലമെൻറ്റ് ഓഫ് ജെ ഗിവൺ ഐ എന്ന് കിട്ടി. ദാറ്റ് മീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സെറ്റാണ്. ദാറ്റ് മീൻസ് ബി ഈക്വൽ ടു ജെ ഗിവൺ ഐ. അതായത് എവരി ഐഡിയൽ ഇൻ എ ഗിവൺ ഐ ഈസ് ഓഫ് ദി ഫോം സം ജെ ഗിവൺ ഐ, വെർ ജെ എന്ന് പറയുന്ന അതിന് ഐഡിയൽ പ്രോപ്പർലി കണ്ടെയ്ൻഡ് ഇൻ എ ആൻഡ് വിച്ച് കണ്ടെയ്ൻസ് ഐ ആയിരിക്കും. ഇനി നമ്മൾ അടുത്ത് പ്രൂവ് ചെയ്യാൻ പോകുന്നത് തേർഡ് റിസൾട്ടാണ്. തേർഡ് റിസൾട്ട് പറയുന്നത് ജെ ഒരു പ്രോപ്പർ ഐഡിയൽ ഓഫ് എ ആണെങ്കിൽ ജെ ഗിവൺ ഐ ഈസ് എ പ്രോപ്പർ ഐഡിയൽ ഓഫ് എ ഗിവൺ ഐ എന്ന് പ്രൂവ് ചെയ്യണം. അപ്പം നമ്മൾ സപ്പോസ് ചെയ്ത് ജെ ഈസ് എ പ്രോപ്പർ ഐഡിയൽ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ജെ ഗിവൺ ഐ പ്രോപ്പറാണ് പ്രൂവ് ചെയ്യണം. ജെ പ്രോപ്പർ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി അതിലെ മെമ്പർ ആയിരിക്കില്ല. ദെൻ ക്ലാസ് ഇ നോട്ട് എ മെമ്പർ ഓഫ് ജെ ഗിവൺ ഐ. ഓക്കെ, അല്ലെങ്കിൽ അതിൽ കോൺട്രഡിക്ഷൻ കിട്ടും, നോക്കാം. കാരണം ക്ലാസ് ഇ എലമെൻറ്റ് ഓഫ് ജെ ഗിവൺ ഐ മീൻസ് ഈസ് ഇസ് ഈക്വൽ ടു സം എക്സ് പ്ലസ് വൈ എന്ന ഫോമിലായിരിക്കും ഫോർ സം എക്സ് എലമെൻറ്റ് ഓഫ് ജെ ആൻഡ് വൈ എലമെൻറ്റ് ഓഫ് ഐ. ഓക്കെ, പക്ഷേ ഐ ഓൾറെഡി ജെയുടെ ഉള്ളിലാണ്. അപ്പോൾ എക്സ് പ്ലസ് വൈയും ജെയിലുണ്ടാവും. അതിനർത്ഥം ഈ എലമെൻറ്റ് ഓഫ് ജെ എന്ന് കിട്ടുന്നു. ഈ ജെയിലുണ്ടെങ്കിൽ ജെ ഒരിക്കലും പ്രോപ്പർ ഐഡിയൽ ആയിരിക്കില്ല. കാരണം മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി പ്രോപ്പർ ഐഡിയൽ ഉണ്ടാവില്ല, കോൺട്രഡിക്ഷൻ കിട്ടും. Therefore J given I must be a proper ideal. ഇനി തിരിച്ച് J given I is a proper ideal ആണെങ്കിൽ ക്ലാസ് ഇ എന്ന് പറയുന്നത് does not belongs to J given I, that means E not a member of J. Therefore J is a proper ideal. അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടും, വളരെ എളുപ്പമാണ്. ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് റിസൾട്ടിലേക്ക് വരാം. Corollary 10.2.3 an ideal M of A is maximal if and only if A by M is a field. ഇത് നമ്മൾ ഓൾറെഡി റിംഗ് തിയറിയിൽ പഠിച്ചിട്ടുണ്ട്. ഒരു ഐഡിയൽ മാക്സിമൽ ഐഡിയൽ ആവാനുള്ള കണ്ടീഷൻ റിംഗ് ബൈ ആർ ബൈ എം ഈസ് എ ഫീൽഡ് എന്ന് പഠിച്ചത്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. സപ്പോസ് എം ഈസ് എ മാക്സിമൽ ഐഡിയൽ ഓഫ് എ. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എ ബൈ എം ഒരു ഫീൽഡാണെന്ന് പ്രൂവ് ചെയ്യണം. എം മാക്സിമൽ ഐഡിയൽ ആണെങ്കിൽ ദർ ഇസ് നോ പ്രോപ്പർ ഐഡിയൽ ജെ സച്ച് ദാറ്റ് എം, അതായത് പ്രോപ്പർലി കണ്ടെയ്ൻഡ് ഇൻ എം എന്നായിരിക്കും. എമ്മിനെ പ്രോപ്പറായി കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു പ്രോപ്പർ ഐഡിയൽ ഉണ്ടാവില്ല എന്നാണ് നമുക്ക് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എമ്മിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു പ്രോപ്പർ ഐഡിയൽ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എ ബൈ എം ഹാസ് നോ പ്രോപ്പർ ഐഡിയലാണ്. എമ്മിന് മേക്ക് ഐഡിയൽ പ്രോപ്പർ ഐഡിയൽ ഇല്ലെങ്കിൽ അതിനർത്ഥം എ ബൈ എം ഹാസ് നോ പ്രോപ്പർ ഐഡിയൽ. തൊട്ട് മൂന്നാമത്തെ റിസൾട്ട് പ്രകാരം എ ബൈ എം ഹാസ് നോ പ്രോപ്പർ ഐഡിയൽ. അപ്പോൾ പ്രോപ്പർ ഐഡിയൽ ഇല്ല, പ്രോപ്പർ നോൺ ട്രിവിയൽ ഐഡിയൽ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആ ഐഡിയൽ ഐ എന്ന സീറോ ഐഡിയലും പ്രോപ്പർ ഐഡിയലും മാത്രമേ ഉള്ളൂ. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഒരു തിയറം നമ്മൾ പഠിച്ചിട്ടുണ്ട്, എ ബൈ എം ഒരു ഫീൽഡായിരിക്കും. കാരണം ഫീൽഡ് ആവാനുള്ള ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ തൊട്ട് മുന്നും നമ്മൾ പഠിച്ചു. അതിനകത്ത് രണ്ട് ഐഡിയലുള്ളൂ എന്നുള്ളൊരു തിയറം ഉണ്ട്. അതാണ് 10.1.5. ഇനി കോൺവേഴ്സ്ലി അസ്യൂം ദാറ്റ് എ ബൈ എം ഈസ് എ ഫീൽഡ് എന്ന് പറഞ്ഞു. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എം ഒരു മാക്സിമം ഐഡിയലാണെന്ന് പ്രൂവ് ചെയ്യണം. നമുക്കറിയാം എ ബൈ എം എ ഫീൽഡ് ആണെങ്കിൽ എവരി നോൺ സീറോ എലമെൻറ്റ് ഈസ് ഹാസ് എ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓർ ഇറ്റ് ഈസ് ഇൻവെർട്ടബിൾ. ഓക്കെ, പക്ഷേ ഒരു എലമെൻറ്റ് ഇൻവെർട്ടബിൾ ആണെങ്കിൽ ആ ഇൻവെർട്ടബിൾ എലമെൻറ്റ് ഒരിക്കലും മാക്സിമം ഐഡിയൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് നമ്മൾ ഇതിന് മുന്നുള്ള ഒരു തിയറി. വി ഹാവ് ഇൻവെർട്ടബിൾ എലമെൻറ്റ് ഡസ് നോട്ട് ബിലോങ്സ് ടു എനി പ്രോപ്പർ ഐഡിയൽ ബൈ ഒബ്സർവേഷൻ 2 ഒരു റിസൾട്ട് പഠിച്ചിരുന്നു. അതിൽ നിന്നാണ് therefore എ ബൈ എം ഹാസ് നോ പ്രോപ്പർ ഐഡിയൽ. അപ്പോൾ എക്സ് ഇൻവെർട്ടബിൾ എലമെൻ്റ് ആയതുകൊണ്ട് ഒരിക്കലും അത് പ്രോപ്പർ ഐഡിയലിനുള്ളിൽ ഉണ്ടാവില്ല.
അതിനർത്ഥം പ്രോപ്പർ ഐഡിയൽ ഉണ്ടാവില്ല എന്നാണ് അർത്ഥം. എല്ലാ എലമെൻറ്റും ഇൻവെർട്ടബിൾ ആയതുകൊണ്ട്. അപ്പോൾ എ ബൈ എം ഹാസ് നോ പ്രോപ്പർ ഐഡിയൽ. പ്രോപ്പർ നോൺ സീറോ ഐഡിയൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഹാസ് നോ പ്രോപ്പർ നോൺ സീറോ ഐഡിയൽ. അതിനർത്ഥം ഇറ്റ് ഹാസ് ഓൺലി 2 ഐഡിയൽസ്, ട്രിവിയൽ ഐഡിയൽ ആൻഡ് ഇംപ്രോപ്പർ ഐഡിയൽ. അങ്ങനെയാണെങ്കിൽ റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. എ ബൈ എമ്മിന് അങ്ങനെ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ബൈ ദി അബോവ് റിസൾട്ട് ദർ ഈസ് നോ പ്രോപ്പർ ഐഡിയൽ ജെ സച്ച് ദാറ്റ് എം സബ്സെറ്റ് ഓഫ് ജെ സബ്സെറ്റ് ഓഫ് എ എന്നാണ്. അതായത് എമ്മിന് ജെ എന്ന് എഴുതേണ്ടത് ഐ അല്ല, ജെ സബ്സെറ്റ് ഓഫ് എ. അതായത് എമ്മിനെ കണ്ടെയ്ൻ ചെയ്യുന്ന വേറൊരു പ്രോപ്പർ ഐഡിയൽ ഇല്ല. എയ്ക്കും എമ്മിനും ഇടയിൽ തൊട്ട് റിസൾട്ട് 3 പ്രകാരമാണ് അങ്ങനെ കിട്ടുന്നത്. എമ്മിനും എയ്ക്കും ഇടയിൽ വേറൊരു ഇൻ്റർമീഡിയറ്റ് ഐഡിയൽ ഇല്ല എങ്കിൽ എം മസ്റ്റ് ബി എ മാക്സിമൽ ഐഡിയൽ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു എക്സസൈസാണ്. എ ബി എ ബനാങ്ക് ആൾജിബ്ര ആൻഡ് 5 ഫ്രം എ ഇൻറ്റു സി ബി എ നോൺ സീറോ മൾട്ടിപ്ലിക്കേഷൻ ലീനിയർ ഫംഗ്ഷണൽ. അതായത് ലീനിയർ ഫംഗ്ഷനിലാണ് 5 ഫ്രം എ ഇൻറ്റു സി എന്ന് പറയുന്നത്. കൂടാതെ അത് മൾട്ടിപ്ലിക്കേഷനെ പ്രിസർവ് ചെയ്യുന്നുണ്ട്. സാധാരണ ലീനിയർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അഡീഷനെയും സ്കേലാർ മൾട്ടിപ്ലിക്കേഷനെയും മാത്രമേ ചെയ്യുള്ളൂ. പക്ഷേ ഇവിടെ ബനാങ്ക് ആൾജിബ്ര ആയതുകൊണ്ട് മൾട്ടിപ്ലിക്കേഷനെ കൂടി പ്രിസർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 5 ഒരു നോൺ സീറോ ആയിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ലീനിയർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷനെയും പ്രിസർവ് ചെയ്യും, സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ പ്രിസർവ് ചെയ്യും, മൾട്ടിപ്ലിക്കേഷനെയും പ്രിസർവ് ചെയ്യും. അത് നോൺ സീറോ ആണെന്ന് കൂടി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ താഴെ പറയുന്ന 3 കാര്യങ്ങൾ ശരിയാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. 5 ഓഫ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി ഈക്വൽ ടു 1 ആൻഡ് 5 ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ഫോർ ഇൻവെർട്ടബിൾ എലമെൻറ്റ്. അപ്പോൾ ഇൻവെർട്ടബിൾ എലമെൻറ്റ് ഒരിക്കലും 0യിലേക്ക് മാപ്പ് ചെയ്യില്ല. ആൻഡ് ഇഫ് എക്സ് എലമെൻറ്റ് ഓഫ് എ ആൻഡ് നോം എക്സ് ലെസ് ദാൻ 1 ആണെങ്കിൽ കറസ്പോണ്ടിങ് മോഡുലസ് ഓഫ് 5 ഓഫ് എക്സ്. അത് രണ്ടും വ്യത്യാസം, കാരണം സിയിലേക്കാണ് പോകുന്നത്, അതുകൊണ്ട് മോഡ് 5 ഓഫ് എക്സ് ലെസ് ദാൻ 1 ആയിരിക്കും. ഇനി ഒരു 5 ബൗണ്ടഡ് ലീനിയർ ഫംഗ്ഷനാണെന്നും അതുപോലെ എൻ്റെ നോം 1 ആണെന്നും പ്രൂവ് ചെയ്യും. അപ്പോൾ 3 റിസൾട്ടുകളാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് ആദ്യം 5 ഓഫ് ഈ 1 ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നു. ലെറ്റ് എ എലമെൻറ്റ് ഓഫ് എ സച്ച് ദാറ്റ് എ നോട്ട് ഈക്വൽ ടു 0 ആൻഡ് 5 ഓഫ് എ നോട്ട് ഈക്വൽ ടു 0. കാരണം ഇത് ഒരു നോൺ സീറോ ലീനിയർ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഏതെങ്കിലും ഒരു മെമ്പറിനെ നോട്ട് ഈക്വൽ ടു 0യിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ എ നോട്ട് ഈക്വൽ ടു 0 എടുക്കാൻ കാരണം 0 എടുത്തു കഴിഞ്ഞാൽ 5 ഓഫ് 0 ഈക്വൽ ടു 0 ആയിരിക്കും. കാരണം 5 ലീനിയർ കൂടി ആയതുകൊണ്ട്. അതുകൊണ്ടാണ് ദർ മസ്റ്റ് ബി എ നോൺ സീറോ മെമ്പർ വിച്ച് മാപ്സ് ഇൻ ടു നോൺ സീറോ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ 5 ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ദറ്റ് ഈസ് പോസിബിൾ ബിക്കോസ് ഓഫ് ദി നോൺ സീറോ പ്രോപ്പർട്ടി ഓഫ് അവർ മാപ്പ് 5. Therefore 5 of a can be written as 5 of a into e. കാരണം എ ഇൻറ്റു ഇയും എയും സെയിം ആയതുകൊണ്ടാണ് അങ്ങനെ എഴുതിയത്. ഇനി മൾട്ടിപ്ലിക്കേഷൻ പ്രിസർവ് ചെയ്യുന്നതുകൊണ്ട് 5 of a ഇൻറ്റു 5 of e എന്ന് എഴുതാം. Therefore we got 5 of a equal to 5 of a into 5 of e. ബട്ട് 5 of a നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് നമുക്ക് രണ്ട് സൈഡും ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നു, നമുക്കത് ക്യാൻസൽ ചെയ്യാം. നോൺ സീറോ മെമ്പേഴ്സ്, കാരണം 5 of a ഇസ് എ കോംപ്ലക്സ് നമ്പറാണ്, നോൺ സീറോ ആണ്. നോൺ സീറോ മെമ്പേഴ്സിനെ നമുക്ക് ഈക്വൽ രണ്ട് സൈഡും വരുമ്പോൾ കട്ട് ചെയ്യാം. Therefore 5 of e equal to 1 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് പ്രൂവ് ചെയ്യേണ്ടത് 5 of x നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ എക്സ് ഒരു ഇൻവെർട്ടബിൾ എലമെൻ്റ് ആണെന്ന് എടുത്തു. നമുക്ക് വേണ്ടത് 5 of x നോട്ട് ഈക്വൽ ടു 0. എക്സ് എലമെൻറ്റ് ഓഫ് ബി ഇൻവെർട്ടബിൾ എലമെൻറ്റ്, ദെൻ ഈ 5 of e ഈക്വൽ ടു 5 of x ഇൻറ്റു എക്സ് ഇൻവേഴ്സ്. കാരണം എക്സ് ഇൻവെർട്ടബിൾ ആയതുകൊണ്ട് ഇറ്റ്സ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നു. Therefore 5 of e ഈക്വൽ ടു 5 of x ഇൻറ്റു എക്സ് ഇൻവേഴ്സ്. മൾട്ടിപ്ലിക്കേഷൻ പ്രിസർവ് ചെയ്യുന്നതുകൊണ്ട് 5 of x ഇൻറ്റു 5 of x ഇൻവേഴ്സ് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി 5 of eയുടെ വാല്യൂ 1 ആണ്. Therefore 1 ഈക്വൽ ടു 5 of x ഇൻറ്റു 5 of x ഇൻവേഴ്സ്. അപ്പോൾ അതിനർത്ഥം 5 of x ഇൻറ്റു 5 of x ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു 1 ആണെങ്കിൽ ഒന്നിൻ്റെ റെസിപ്രോക്കൽ ആയിരിക്കും. ഓക്കെ, ഒരിക്കലും അതിനെന്താ രണ്ട് പ്രൊഡക്റ്റ് ഒരിക്കലും എന്താവില്ല, 5 of x ഇൻറ്റു 5 of x ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു 1 കിട്ടുമ്പോൾ ഒരിക്കലും അത് 0 വരില്ല. അപ്പോൾ 5 of x 0 അല്ല, 5 of x ഇൻവേഴ്സും 0 അല്ല. ദാറ്റ് മീൻസ് 5 of x നോട്ട് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടി ഈസ് ഓവർ. ഇനി അടുത്ത് ഇഫ് എക്സ് എലമെൻറ്റ് ഓഫ് എ സച്ച് ദാറ്റ് നോം എക്സ് ലെസ് ദാൻ 1 എന്ന് എടുത്തു. വി നീഡ് ടു പ്രൂവ് ദാറ്റ് മോഡുലസ് ഓഫ് 5 of x ലെസ് ദാൻ 1 എന്ന് പ്രൂവ് ചെയ്യണം. സപ്പോസ് എക്സ് എലമെൻറ്റ് ഓഫ് എ വിത്ത് നോം എക്സ് ലെസ് ദാൻ 1 ആൻഡ് ലെറ്റ് ലാംഡ ഈസ് എ കോംപ്ലക്സ് നമ്പർ വിത്ത് മോഡ് ലാംഡ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഈ സെക്കൻഡ് പാർട്ട് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതായത് കോംപ്ലക്സ് നമ്പേഴ്സിലുള്ള 1ന് ശേഷം, അതായത് ഒരു സർക്കിൾ 1ൽ വരുന്ന ഒരു സർക്കിൾ വരച്ചാൽ അതിൻ്റെ ഔട്ടറിലാണ് ഈ ലാംഡ കിടക്കുന്നത് വിചാരിക്കുക. അപ്പോൾ ഒരു ബോൾ കൺസിഡർ ചെയ്തു. 0 സെൻറ്ററും 1 റേഡിയസുള്ള ബോളിൻ്റെ ഔട്ടർ റീജിയനിലുള്ള ഒരു പോയിൻ്റാണ് ലാംഡ. ഇത് ചൂസ് ചെയ്തു. ദെൻ വി ഹാവ് നോം ഓഫ് 1 ബൈ ലാംഡ ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് 1 ബൈ മോഡ് ലാംഡ ഇൻറ്റു നോം എക്സ്. ഓക്കെ, അപ്പോൾ മോഡ് ലാംഡ എന്ന് പറഞ്ഞ അതിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ അതൊരു ലാർജർ വാല്യൂ ആണ്. അപ്പോൾ 1 ബൈ മോഡ് ലാംഡയുടെ വാല്യൂ ഈസ് എ വെരി സ്മോൾ വാല്യൂ ആണ്, 1നേക്കാൾ കുറവാണ്. നോം എക്സും 1നേക്കാൾ കുറവാണ്. ദ പ്രൊഡക്റ്റ് മസ്റ്റ് ബി ലെസ് ദാൻ 1 ആയിരിക്കും.
ഓക്കെ, അപ്പോൾ അതിനർത്ഥം നോം ഓഫ് 1/λ ഇൻറ്റു എക്സിൻ്റെ വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് സം നോം എക്സ് ലെസ് ദാൻ 1 ദൻ ഇ മൈനസ് എക്സ് ഈസ് ഇൻവെർട്ടബിൾ. ഇവിടെ എക്സിന് പകരം 1/λ ഇൻറ്റു എക്സ് ആണ്. ദാറ്റ് മീൻസ് ഇ മൈനസ് 1/λ ഇൻറ്റു എക്സ് ഈസ് ഇൻവെർട്ടബിൾ. ഓക്കെ, ഇനി ഇൻവെർട്ടബിൾ എലമെൻ്റ് ആണെങ്കിൽ അതിൻ്റെ ഫൈ ഓഫ് വാല്യൂ നോട്ട് ഈക്വൽ ടു 0 നമ്മൾ പാർട്ട് എയിൽ പഠിച്ചു. ദെർഫോർ ഫൈ ഓഫ് ദാറ്റ് വാല്യൂ ഇ മൈനസ് 1/λ ഇൻറ്റു എക്സ് നോട്ട് ഈക്വൽ ടു 0. ഓക്കെ, ഇനി അത് അഡീഷനും അപ്ലൈ ചെയ്യുമ്പോൾ സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും പ്രിസർവ് ചെയ്യുന്ന അപ്ലൈ ചെയ്യുമ്പോൾ ഫൈ ഓഫ് ഇ മൈനസ് 1/λ ഇൻറ്റു ഫൈ ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0. ബട്ട് ഫൈ ഓഫ് ഇ എന്ന് പറയുന്നത് 1 ആണ്. ദെർഫോർ 1 നോട്ട് ഈക്വൽ ടു 1/λ ഇൻറ്റു ഫൈ ഓഫ് എക്സ്. ദെർഫോർ ഫൈ ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു ലാംഡ. അതിനർത്ഥം ഫൈ ഓഫ് എക്സിൻ്റെ വാല്യൂ ഒരിക്കലും എക്സ്റ്റീരിയർ സർക്കിളിൻ്റെ ഔട്ടറിൽ വരുന്നത്. ലാംഡ എന്ന് പറയുന്നത് 1ൻ്റെ ഔട്ടറിലുള്ള കാര്യമാണ്. ലാംഡയുടെ വില എന്ന് പറയുന്നത് മോഡ് ലാംഡ ഗ്രേറ്റർ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ അർത്ഥം അത് ബോർഡറിലോ അല്ലെങ്കിൽ ഔട്ടർ റീജിയനിലോ ആണ്. അപ്പോൾ ഫൈ ഓഫ് എക്സിൻ്റെ വില അതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫൈ ഓഫ് എക്സിൻ്റെ പോസിബിലിറ്റി ഇൻറ്റീരിയറിൽ മാത്രമേ ഉള്ളൂ. അതായത് 0 സെൻറ്ററും 1 റേഡിയസുമുള്ള ബോളിൻ്റെ ഇൻറ്റീരിയർ. അതായത് ഫൈ ഓഫ് എക്സിൻ്റെ 0 നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1നേക്കാൾ കുറവാണ്. ഈ ഡിസ്റ്റൻസിനെ നമ്മൾ മോഡുലസ് എന്നാണ് വിളിക്കുക. ദെർഫോർ മോഡുലസ് ഓഫ് ഫൈ ഓഫ് എക്സ് മസ്റ്റ് ബി ലെസ് ദാൻ 1 എന്ന് കിട്ടും. ഓക്കെ, ഇനി ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഫൈ ഇസ് എ ബൗണ്ടഡ് ആൻഡ് നോം ഫൈ ഇസ് ഈക്വൽ ടു 1 കിട്ടണം നമുക്ക്. പക്ഷേ ഫൈ ഒരു ലീനിയർ ഓപ്പറേറ്ററാണ്. അതിൻ്റെ നോം നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. നോം ഫൈ ഇസ് ഈക്വൽ ടു സൂപ്രീമോ മോഡ് ഫൈ ഓഫ് എക്സ്. പക്ഷേ ഇവിടെ നമുക്ക് ഇൻവെർട്ടബിൾ എലമെൻറ്റ്സിൽ ഫൈ ഓഫ് എക്സിൻ്റെ വാല്യൂ ലെസ് ദാൻ 1 എന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സൂപ്രീമോ ഓഫ് എല്ലാ കേസുകളും നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇൻവെർട്ടബിൾ എലമെൻറ്റിൻ്റെ കേസിൽ ലെസ് ദാൻ 1 ആയതുകൊണ്ട് ഫൈ ബൗണ്ടഡ് വാല്യൂ ആണ്. നോം ലെസ് ദാൻ 1 ആണ് ബൗണ്ടഡിൻ്റെ അർത്ഥം. സോ ഫൈ ഈസ് ബൗണ്ടഡ് ആൻഡ് നോം ഫൈ എന്ന് പറയുന്നത് സുപ്രീം വാല്യൂ തന്നെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. ഓക്കെ, ഇനി ഈ ഉള്ള വാല്യൂ നോക്കാം. ഫൈ ഓഫ് ഇയുടെ വാല്യൂ മോഡ് ഫൈ ഓഫ് ഈസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഒരു വാല്യൂ 1ഉം സുപ്രീമം വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ വാല്യൂ മസ്റ്റ് ബി 1 ആയിരിക്കും. ദെർഫോർ നോം ഫൈ ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടുന്നു. അതായത് നോം ഫൈ എന്ന് പറയുന്ന ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് കിട്ടിയിട്ടുണ്ട്. നോം ഫൈ എന്ന് പറയുന്നത് സുപ്രീമോ ഓഫ് മോഡ് ഫൈ ഓഫ് എക്സുകളാണ്. പക്ഷേ ഇവിടെ ഫൈ ഓഫ് ഇയുടെ വാല്യൂ 1, ഒരു വാല്യൂ 1ഉം എല്ലാവരും 1നേക്കാൾ കുറവോ ഈക്വലുമാണ്. ഇപ്പോൾ ക്ലോസിൻ്റെ ഉള്ളിൽ 0 ഉള്ള എല്ലാ വാല്യൂ 1നേക്കാൾ കുറവാണ്. അതിൽ 1 ഓൾറെഡി മെമ്പറും ആയതുകൊണ്ടാണ് സുപ്രീമം 1 ആവുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ നോം ഫൈ ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 റിസൾട്ടുകളാണ് ഇതിനകത്ത് പഠിച്ചത്. അതായത് ഫൈ ഓഫ് ഇയുടെ വാല്യൂ 1 ആയിരിക്കും. ഇൻവെർട്ടബിൾ എലമെൻറ്റ് ഒരിക്കലും 0ലേക്ക് മാപ്പ് ചെയ്യില്ല. അതുപോലെ നോം എക്സ് ലെസ് ദാൻ 1 ആണെങ്കിൽ, അതായത് ഇൻറ്റീരിയറിലാണെങ്കിൽ കറസ്പോണ്ടിങ് വരുന്ന ഇമേജും കോംപ്ലക്സ് പ്ലെയിനിലുള്ള ഇൻറ്റീരിയർ ഓഫ് യൂണിറ്റ് ബോൾ ആയിരിക്കും. അതുപോലെ തന്നെ ഫൈ ബൗണ്ടഡും അതിൻ്റെ നോം വാല്യൂ 1 ആണെന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേറ്റർ, നോൺ സീറോ മൾട്ടിപ്ലിക്കേഷൻ പ്രിസർവ് ചെയ്യുന്ന ഓപ്പറേറ്ററിൻ്റെ പ്രത്യേകതയാണ് നമ്മളിവിടെ നോം വാല്യൂ 1 ആവുന്നു എന്നാണ് കൺക്ലൂഷൻ എന്ന് പറയുന്നത്.